ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ സമ്മേളനമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആയിരിക്കണം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ് ആര്? ലാഹോർ എന്ന് പറയുന്നത്. ലാഹോർ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് രവി നദിയുടെ തീരത്താണ്. ഇത്രയും ഭാഗം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ലാഹോർ സമ്മേളനത്തിന്റെ വേദി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലാഹോറിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് രവി നദി, അല്ലെങ്കിൽ നമുക്ക് പറയാം ലാഹോർ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ലാഹോർ സമ്മേളനം ഏതു നദീ തീരത്ത് വെച്ച് നടന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് രവി തീരത്ത് വെച്ച് നടന്നു എന്നങ്ങ് പഠിക്കുക. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ലാഹോർ സമ്മേളനമാണ്. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയുവാണേ, ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് 1929 ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ലാഹോറിലെ രവി നദിയുടെ തീരത്ത് വെച്ച് നടന്ന INC സമ്മേളനമായിരുന്നു. ഈ INC സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം അഥവാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി INCയുടെ പ്രസിഡന്റ് ആകുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി നമ്മൾ ആലപിക്കുന്നത്. പഠിക്കണം. 1896 കൊൽക്കത്ത INCയുടെ സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എന്ത് ചെയ്യുന്നത്, ആലപിക്കുന്നത്. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതാരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനി. പഠിക്കുകയാരാണ്? റഹ്മത്തുള്ള സയാനി. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ. 1896 കൊൽക്കത്ത സമ്മേളനം ഏതാ? കൊൽക്കത്ത സമ്മേളനം INCയുടെ കൊൽക്കത്ത സമ്മേളനത്തില് ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചു. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് ആര്? റഹ്മത്തുള്ള സയാനി. ആരാണ്? റഹ്മത്തുള്ള സയാനി. 1911 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ജനഗണമന ആദ്യമായി ആലപിച്ചത്. അതാണ് ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്. ദേശീയ ഗീതമായാലും ദേശീയ ഗാനമായാലും കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ആലപിക്കപ്പെട്ടത്.
എന്നാൽ വർഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് അല്ലെങ്കിൽ കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചു. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് BN ധർ ആണ്. പഠിക്കുക, 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് BN ധർ ആണ്. പഠിക്കുക. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറുത്ത മണ്ണാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തിയാണ്. 2023 കണക്ക് പ്രകാരം പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനം. 2023 കണക്ക് പ്രകാരം ലോക പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ള രാജ്യമാരാ സുഹൃത്തുക്കളെ? അത് ചൈനയാണ്. ആരാണ്? ചൈനയാണ്. ഒന്നുകൂടി പറയാം, 2023 കണക്ക് പ്രകാരം പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനക്കാരൻ ആരാണ്? ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായം എന്ന് ചോദിച്ചാൽ അത് പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലസ്റ്ററിലാണ്, കൊൽക്കത്തയിലെ. എവിടെയാണ്? കൊൽക്കത്ത ഫോർട്ട് ഗ്ലസ്റ്ററിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമിൽ സ്ഥാപിതമായത് എവിടെയാണ്? ഫോർട്ട് ഗ്ലസ്റ്ററിലാണ്. സ്ഥലം എവിടെയാണത്? കൊൽക്കത്തയിലാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ചോദിച്ചാൽ അത് മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ തുറമുഖം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ചോദിച്ചാൽ മുംബൈ നഗരം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ ക്രമം ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം തെലുങ്കാന, 4ാം സ്ഥാനം രാജസ്ഥാൻ, 5ാം സ്ഥാനം കർണാടക. ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഇന്ത്യയിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ ക്രമം പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന, രാജസ്ഥാൻ, കർണാടക എന്നിങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ഈ ഭാഗം വ്യക്തമായി പഠിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാ സുഹൃത്തുക്കളെ? ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം നിസ്സഹകരണ സമരമാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ആ കൺഫ്യൂഷൻ നമ്മൾ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് നോക്കാം. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ഇവിടെ നിന്ന് ഒത്തിരി പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. ഈ 3 പേരുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ CR ദാസുമാണ്. ഈ 3 വ്യക്തിത്വങ്ങളുടെ പേരും സുഹൃത്തുക്കൾ പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച വനിതകൾ ആരെന്ന് ചോദിച്ചാൽ വാസന്തി ദേവിയും ഊർമിള ദേവിയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി അറസ്റ്റ് വരിച്ച വനിതകൾ ആര് എന്ന് ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഒരുപാട് ജനങ്ങളെ ചേർത്തുകൊണ്ടുണ്ടാക്കിയ
ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ആരൊക്കെയാണ്? വാസന്തി ദേവിയും ഊർമിള ദേവിയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിവിൽ ലംഘന പ്രസ്ഥാനം. ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് സിവിൽ ലംഘന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. പഠിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. ഗാന്ധിജി 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12 ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയ വർഷം 1930 ഏപ്രിൽ മാസം 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1930 ഏപ്രിൽ മാസം 5 ആണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6 ഈ 3 പ്രധാനപ്പെട്ട ഡേറ്റുകളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ച തീയതി എന്നു ചോദിച്ചാല് 1930 മാർച്ച് 12. അപ്പോ 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാല് 1930 ഏപ്രിൽ മാസം 5 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. പഠിക്കുക. സിവിൽ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. പഠിക്കുക. ഫലങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ആണ് എഥിലീൻ. പഠിക്കുക. ഫലങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ അത് എഥിലീൻ ആണ്. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ എഥിലീൻ ആണ്. പഠിക്കുക. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് എഥിലീൻ ആണ്. ഒന്നുകൂടി പറയാം. ഫലങ്ങൾ പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ അത് എഥിലീൻ ആണ്. വാതക രൂപത്തിലുള്ള ഒരു സസ്യ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് എഥിലീൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളുമാണ്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന സസ്യ ഹോർമോൺ ആണ് ഓക്സിൻ. ഓക്സിന്റെ ധർമ്മം എന്താ സുഹൃത്തുക്കളെ? കോശ വളർച്ച. കോശത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഓക്സിനാണ്. കോശ ദീർഘീകരണം. കോശത്തിന്റെ നീളം എന്താണ്? വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ഓക്സിനാണ്. അഗ്രമുകുളത്തിന്റെ വളർച്ച. അഗ്രമുകുളം വളരുന്നതിന് കാരണമാരാണ്? ഓക്സിനാണ്. അതുപോലെ തന്നെ ഫലങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്നത് ഓക്സിനാണ്. ഫലങ്ങളെ രൂപീകരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഓക്സിനാണ്. ഒന്നുകൂടി പറയാം. സസ്യ ഹോർമോൺ ഏതാണ്? ഓക്സിനാണ്. നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്സിന്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളം വളർച്ച, അതുപോലെ ഫലരൂപീകരണവും ആരുടെ ധർമ്മമാണ്? ഓക്സിന്റെ ധർമ്മമാണ്. അടുത്ത സസ്യ ഹോർമോൺ ആണ് അബ്സസിക് ആസിഡ്. രണ്ടാമത്തെ സസ്യ ഹോർമോൺ ഏതാണ്? അബ്സസിക് ആസിഡ്. ഭ്രൂണത്തിന്റെ സുഷുപ്താവസ്ഥ. ഒന്നാമതായി അബ്സസിക് ആസിഡ് ധർമ്മം എന്താണ്? ഭ്രൂണത്തിന്റെ സുഷുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ കൊഴിയുന്നതിന് സഹായിക്കുന്നതും അബ്സസിക് ആസിഡ് ആണ്. അടുത്തതായി പറയാനുള്ളതാണ് ജിബർലിൻ. ജിബർലിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൃദ്ധ ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബർലിനാണ്. പഠിക്കുക. ജിബർലിന്റെ ധർമ്മം എന്താണ്?
സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. അതുപോലെ തന്നെ ഇലകൾ വിരിയുന്നതിന് സഹായിക്കുന്നത് ജിബ്രലിനാണ്. ഇലകൾ വിരിയാൻ സഹായിക്കുന്നത് എന്താണ്? ജിബ്രലിനാണ്. ഒന്നുകൂടി പറയാം, ജിബ്രലിന്റെ ധർമ്മം സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. ഇലകൾ വിരിയാൻ സഹായിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അത് ജിബ്രലിനാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന സസ്യ ഹോർമോണാണ് എഥിലീൻ. ഇലകളും ഫലങ്ങളും പാകമാകുന്നതിന് വേണ്ടി സഹായിക്കുന്നത് എഥിലീനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇലകളും ഫലങ്ങളും പാകമാകുന്നതിന് വേണ്ടി സഹായിക്കുന്നത് എഥിലീനാണ്. അമിതമായ അളവിലാണെങ്കിൽ ഇലകളും ഫലങ്ങളും കൊഴിയുന്നതിന് കാരണമാകുന്നതും എഥിലീനാണ്. അത് പഠിച്ചോളണേ. അമിതമായ അളവിൽ എഥിലീൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ സസ്യങ്ങളുടെ ഇലകളും ഫലങ്ങളും കൊഴിയുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എഥിലീൻ ഇലകളുടെയും ഫലങ്ങളും പാകമാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. പഠിക്കുക. സൈറ്റോകിനിൻ എന്ന സസ്യ ഹോർമോണിന്റെ ധർമ്മം നമുക്ക് നോക്കാം. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം, ഇത് മൂന്നുമാണ് സൈറ്റോകിനിൻ എന്ന സസ്യ ഹോർമോണിന്റെ ധർമ്മം. സൈറ്റോകിനിൻ എന്ന സസ്യ ഹോർമോണിന്റെ ധർമ്മം എന്താണ്? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സസ്യ ഹോർമോണിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഓക്സിനെയാണ്. ഓക്സിന്റെ ധർമ്മം എന്തൊക്കെയാണ്? കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളം വളർച്ച, ഫലരൂപീകരണം. അബ്സസിക് ആസിഡിന്റെ ധർമ്മം എന്താണ്? ഭ്രൂണത്തിന്റെ സുഷുപ്താവസ്ഥയെ അതുപോലെ തന്നെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവ കൊഴിച്ചു കളയുന്നതുമാരാണ് അബ്സസിക് ആസിഡ് ആണ്. ജിബ്രലിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാല് സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. ഇല വിരിയുന്നതിന് സഹായിക്കുന്നതും ജിബ്രലിനാണ്. എഥിലീന്റെ പ്രധാനപ്പെട്ട ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ ഇലകളും ഫലങ്ങളും പാകമാകുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അമിതമായ എഥിലീൻ ഉൽപാദനം സസ്യ ഇലകളും ഫലങ്ങളും കൊഴിയുന്നതിന് കാരണമാകുന്നു. നമുക്ക് നോക്കാം നദികൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. കൃത്യമായി ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെ നീരൊഴുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് ഒരു ചാലിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കാണോ എങ്കിൽ അവനെ നമുക്ക് നീരൊഴുക്ക് എന്ന പേരിൽ വിളിക്കാം. ഇത്തരം നീരൊഴുക്കിന്റെ ശൃംഖലയെ നീരൊഴുക്ക് വ്യൂഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൂട്ടം ചാലിലൂടെ ജലം ഒഴുകുകയാണ് എന്ന് സുഹൃത്തുക്കൾ കരുതുക. അങ്ങനെയുള്ള ചാലിന്റെ ശൃംഖലയെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ജലം ഒഴുകുന്ന അത്തരം ചാലുകളുടെ ശൃംഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന്. എന്താ വിളിക്കുന്നത്? നീരൊഴുക്ക് വ്യൂഹം എന്ന്. ഒരു നദിയിലേക്ക് ജലം എത്തിച്ചേരുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടിപ്രദേശം എന്ന് അറിയപ്പെടുന്നു. നദിയുടെ വൃഷ്ടിപ്രദേശം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു നദിയിലേക്ക് ജലം എത്തിച്ചേരുന്ന നിശ്ചിത പ്രദേശത്തെ ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു നദീതടത്തിൽ നിന്നും മറ്റൊരു നദീതടത്തിനെ വേർതിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ജലവിഭാജകം. ഇനി മറക്കരുത് സുഹൃത്തുക്കൾ, എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജലവിഭാജകം. എന്താ പേര്? ജലവിഭാജകം. അപ്പോൾ എന്താ ജലവിഭാജകം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞൊരു നദി ഒഴുകി വരികയാണെന്ന് കരുതുക. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ മറ്റൊരു നദിയും എന്ത് ചെയ്യുന്നു? ഒഴുകി വരുന്നു. ആ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളെ വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രദേശം കാണുമല്ലോ. ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജലവിഭാജകം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് രണ്ടു നദികളെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഭൂവിഭാഗം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജലവിഭാജകം. അങ്ങനെയുള്ള ജലവിഭാജകങ്ങൾക്ക് ഉദാഹരണം സുഹൃത്തുക്കൾ മറക്കരുത്. ഒന്ന് ഡൽഹി മലനിര, അതുപോലെ ആരവല്ലി പർവ്വത നിരകള്, സഹ്യാദ്രി മലനിരകൾ. ഇത് മൂന്നും ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. വ്യക്തമായി സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കുക. ജലവിഭാജകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഡൽഹി മലനിരകള്, ആരവല്ലി മലനിരകള്, അതിനോടൊപ്പം തന്നെ സഹ്യാദ്രി മലനിരകൾ. ഇത് ഇത്രയും സുഹൃത്തുക്കള് ഓർത്തു വെച്ചിരിക്കുക. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നദീതടങ്ങൾ. മറക്കരുത്, വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നദീതടങ്ങൾ എന്ന്. ഒന്നുകൂടി പറയാം, വലിയ നദിയാണെങ്കിൽ അവന്റെ വൃഷ്ടിപ്രദേശം വളരെ വലിപ്പമുള്ളതായിരിക്കും. അതിനെ അറിയപ്പെടുന്ന പേരാണ് നദീതടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നീർത്തടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നീർത്തടങ്ങൾ. ഒന്നുകൂടി പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ്. കൃത്യമായി ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെ അറിയപ്പെടുന്ന പേരാണ് നീരൊഴുക്ക്.
ഇത്തരത്തിലുള്ള നീരൊഴുക്കിന്റെ ശൃംഖലകളെ അറിയപ്പെടുന്ന പേരാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു നദിയിലേക്ക് ജലമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് അറിയപ്പെടുന്നു. ഒരു നീർത്തടത്തിൽ നിന്നും മറ്റൊരു നീർത്തടത്തെ വേർതിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഭൂവിഭാഗം അറിയപ്പെടുന്ന പേരാണ് ജലവിഭാജകം. എന്താണ് ജലവിഭാജകം? ആദ്യമായിട്ട് കേൾക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജലവിഭാജകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി മലനിരകള്, ആരവല്ലി പർവ്വതനിര, അതിനോടൊപ്പം തന്നെ സഹ്യാദ്രി മലനിരകൾ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശമാണ് നദീതടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നീർത്തടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ നദീതടങ്ങളുടെ മൊത്തം വിസ്തൃതിയുടെ 77% ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് രൂപീകരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ നദീതടങ്ങളുടെ മൊത്തം വിസ്തൃതിയുടെ 77% ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് രൂപീകരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി. മറക്കരുത്, ഈ ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. ഇന്ത്യയിലെ നദീതടങ്ങളുടെ മൊത്തം വിസ്തൃതിയുടെ 77%, അത് വലിയൊരു കണക്കാണ്. 77% ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങൾ ചേർന്നതാണ്. ഇന്ത്യൻ നദീതടങ്ങളുടെ വിസ്തൃതിയുടെ 23% സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് പതിക്കുന്ന നദികളുടെ നദീതടങ്ങളാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഇന്ത്യൻ നദീതടങ്ങളുടെ വിസ്തൃതിയുടെ 23% സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ, അതൊന്ന് പഠിച്ചോളാം. ആരാണ്? നമ്മുടെ സ്വന്തം പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ നീർത്തടങ്ങളാണ്. ഈ ഒരു പോയിന്റൂടെ സുഹൃത്തുക്കൾ ഓർക്കുക. നീർത്തടത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നദീതടങ്ങൾ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറയാം. നീർത്തടത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നദീതടങ്ങൾ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തതാണ് പ്രധാന നദീതടങ്ങൾ. പ്രധാന നദീതടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നദികൾ രൂപീകരിക്കുന്ന നദീതടങ്ങൾ, അത്രയും ഉദ്ദേശിച്ചാൽ മതി സുഹൃത്തുക്കള്. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട പ്രദേശത്തെയാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ തടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മാഹി, പെണ്ണാർ, സബർമതി, ബരക് എന്നീ 14ഓളം നദികൾ ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാന നദീതടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ പ്രധാന നദീതടങ്ങൾ എന്താണെന്ന് സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചേക്കുക. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണം മാത്രം സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരിക്കുക. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മാഹി, പെണ്ണാർ, സബർമതി, ബരക്, അതുപോലെ 14 നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുവാണേ. സാമാന്യ വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു കണക്ക് മാത്രം സുഹൃത്തുക്കൾ ഓർക്കുക. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ. എത്രയാണ്? 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയുണ്ട്. പ്രധാന നദീതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ചതുരശ്ര കിലോമീറ്ററിന് മുകളിലുള്ളതാണെങ്കിൽ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? 2000 ചതുരശ്ര കിലോമീറ്റർ മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നീർത്തടങ്ങളാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് കാളിന്തി, പെരിയാർ, മേഘ്ന. മേഘ്ന നദി ഒന്ന് പഠിച്ചു വെച്ചോളണേ. കാളിന്തി, പെരിയാറ്, മേഘ്ന തുടങ്ങിയ 44 നദികളുടെ വ്യൂഹങ്ങൾ എന്തിൽ പെടുന്നു? സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ പെടുന്നു. ചെറുനദീതടങ്ങൾ. എന്താ ചെറുനദീതടങ്ങൾ എന്ന് വെച്ചാല് 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് മാത്രം വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണിവ.
എങ്ങനെയാണ് 2000 ചതുരശ്ര കിലോമീറ്ററിന് കുറവ് വൃഷ്ടി പ്രദേശമുള്ള നദീതടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ചെറു നദീതടങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ പഠിക്കുക, ഈ പ്രദേശത്ത് മഴ കുറവായിരിക്കും. അപ്പോൾ ചെറു നദീതടങ്ങൾ പ്രധാനമായിട്ടും എവിടെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാകുന്നത്? മഴ കുറഞ്ഞ പ്രദേശങ്ങളിലുള്ള നദികളാണ് എന്തിൽ വരുന്നത്? ചെറു നദീതടങ്ങളിൽ വരുന്നത്. ഇതിൽ ധാരാളം നദികൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾക്ക് വേണ്ടി, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈസി ആയിട്ട് അങ്ങ് പഠിക്കാൻ. നമുക്ക് ചെറു നദീതടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാണല്ലേ അവന്മാര്. അപ്പോ 2000 ചതുരശ്ര കിലോമീറ്ററിലും കുറവുള്ള വൃഷ്ടി പ്രദേശമുള്ള നദീതടങ്ങളാണ് ചെറു നദീതടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്? മഴ കുറവുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും ചെറു നദീതടങ്ങളായിരിക്കും കാണപ്പെടുന്നത്. ഇന്ത്യയിലുള്ള ധാരാളം നദികൾ എന്താണ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇത്രയും സുഹൃത്തുക്കൾ ഓർക്കുക. അടുത്തതാണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? കാഡസ്ട്രൽ ഭൂപടങ്ങൾ. എന്താണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കാഡസ്ട്രൽ ഭൂപടങ്ങളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടം എന്ന് ചോദിച്ചാൽ അത് കാഡസ്ട്രൽ ഭൂപടമാണ്. കാഡസ്ട്രൽ എന്നതൊരു ഫ്രഞ്ച് പദമാണ്. പഠിച്ചു വെച്ചേക്കുക. കാഡസ്ട്രൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവയെ ഉപയോഗിക്കുന്നു. പഠിച്ചു വെച്ചേക്കുക. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിനും കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും. മറക്കരുത്, കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശം ആരിലായിരിക്കും? ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. ഓൾറെഡി PSC ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം അതുപോലെ എടുത്ത് PSC ചോദിച്ചതാണ്. കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഗ്രാമഭൂപടങ്ങൾ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങളും കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ എന്ന് ചോദിച്ചാൽ അതും കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. ഇനി സംസ്ഥാനങ്ങളുടെ അതിർത്തി മാത്രമല്ല, ഗ്രാമങ്ങളുടെ ആയാലും പഞ്ചായത്തുകളുടെ ആയാലും വില്ലേജുകളുടെ ആയാലും എല്ലാം അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഏത് തന്നെയാണ്? കഡസ്ട്രൽ ഭൂപടം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഭൂപ്രദേശത്തിന്റെ അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ആരാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. പഠിച്ചോളുക. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പ്രദേശത്തിന്റെ എന്താണ് ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. നന്നായിട്ട് പഠിക്കണം ഈ പോയിന്റ്. ഒന്നുകൂടി പറയാം. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കഡസ്ട്രൽ ഭൂപടമാണ്. കഡസ്ട്രൽ ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഗ്രാമഭൂപടങ്ങളും സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങൾ എന്നിവയാണ്. 16ാമത്തെ ചോദ്യം, ചേരും പഠിച്ചേർക്കുക. 16ാമത്തെ ചോദ്യം എന്താ സുഹൃത്തുക്കളെ? ചേരും പഠിച്ചേർക്കുക. അയോഡിൻ 131, അതായത് അയോഡിന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള അയോഡിൻ 131 എന്തിനാ ഉപയോഗിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ്. ഓപ്ഷൻ ബി യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചേരുംപടി ചേർത്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചേരുംപടി ചേർത്തിരിക്കുകയാണ്. പഠിക്കുക. അയോഡിൻ 131 എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്നു. യുറേനിയം 235 എന്തിനാ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 എന്തിനാ ഉപയോഗിക്കുന്നത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. സോഡിയം 24 എന്തിനാ ഉപയോഗിക്കുന്നത്? വ്യാവസായികമായി പൈപ്പ് ലൈനുകളുടെ
ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. സോഡിയം 24 എന്തിനാ ഉപയോഗിക്കുന്നത്? വ്യാവസായികമായി പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോഡിയം 24 എന്ന ഐസോട്ടോപ്പ്. ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം. അയേൺ 59 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അയേൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള അയേൺ 59 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒന്നുകൂടി പറയാം. അയോഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തലിന് ഉപയോഗിക്കുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ചോദ്യം, അയേൺ 59 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു. മറക്കരുത്, പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹ റാവു. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ. വർഷം 1994. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി AK ആന്റണി. വർഷം 1995. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ചോദ്യമാണ് ഈ പറഞ്ഞത്. ഇപ്പോ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കരുണാകരൻ ആയിരുന്നു. വർഷം 1994. ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലെങ്കിൽ 3 ടയർ സിസ്റ്റം നിലവിൽ വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് AK ആന്റണി ആയിരുന്നു. വർഷം 1995. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.